അമ്മ പറഞ്ഞല്ലേ അമ്മ എടുക്കാന്ന്. എന്തായാലും എടുത്താലേ കുടിക്ക്. വെള്ളം കുടിക്കാനും എങ്ങനെ പോകുന്നു? എങ്ങനെ പോകാലോ അച്ഛാ? സ്കൂട്ടറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. അച്ഛൻ അതല്ല ഉദ്ദേശിച്ചത്. ഓ, കാറിൽ പോകുന്നതാണല്ലേ? കാറിൽ കയറുന്നു, ഡോർ അടയ്ക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഇടുന്നു. നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകും? ജീവിതമാണോ ചോദിച്ചത്? അത് ഞാനല്ല അച്ഛാ പറയേണ്ടത്, ഇവളല്ലേ. എങ്ങനെ പോകുന്നു മോളെ? നിങ്ങളുടെ ഈ ആലോചന വന്നപ്പോഴേ എന്റെ മകൻ പറയുവാണ് ആ പാലുണ്ടൊക്കെ അടിച്ചു കൊടുക്കരുതെന്ന്. ഇവള് പറയാണ് ആ തേനുണ്ടൊക്കെ അടിച്ചു കൊടുക്കരുതെന്ന്. പിന്നെ അവൻ അമ്മ മൊബൈൽ ഫോൺ കിട്ടി എന്നോട് പോലും മിണ്ടായിരുന്നല്ലോ. കണ്ടുപിടിക്കും. നല്ല ഭാഗ്യവതി. അത് മാത്രമല്ല നല്ല ക്ഷമയുള്ള എന്റെ മരുമകൻ അല്ലേ. അതെന്താ അളിയൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? അളിയനും അമ്മയും കൂടി അല്ലളിയ, ഈ തേനിന്റെ ബിസിനസ് ആകുമ്പം റിസ്ക് അല്ലേ? ഒരുപാട് ചെറ്റവർത്തനം പറയുന്നത്. ഈ തേനും തേനീച്ചുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കണ്ട വീടും ഈ കണ്ട പറമ്പും ഇത് വരെ ഞാൻ ഉണ്ടാക്കിയത്. എന്ത് മാല മേടിച്ച കാര്യം ഞാൻ പറഞ്ഞത് അല്ല. പിന്നെ എടാ ഒന്ന് സമാധാനിപ്പിക്കടാ. അളിയ ഓ സമാനിക്കളിയ. അത് നീ ഒന്ന് സമാധാനം. മോനെ, ഈ തേൻ എങ്ങനെയാണ് എടുക്കുന്നത്? തേൻ എടുക്കുന്ന ഞാൻ ശ്രദ്ധ തിരിക്കും വെച്ചാ. തേനീച്ചയുടെ ശ്രദ്ധ തിരിക്കും. ആ കാണാ കാണിച്ചു തരാം. ഞാനും വരുന്നത്. അയ്യോ അച്ഛാ, അമ്മ പൂവണ്ടോ? അറിയണം അറിയണം. ആ കാണുന്നതാണ് തേനീച്ചത്. അതാ കണ്ടാ അമ്മ കണ്ടാ? നീ കണ്ടാ? അതാണ് തേനീച്ച. നമ്മുടെ ഒരു കാര്യം ഒറ്റ അളിയോ, എന്താ ഇത് ചത്തില്ലായിരുന്നു. നമ്മുടെ വീടിന്റെ ഷെൽഫില് ഒരു പുലിനക ഇരിപ്പില്ലേ? അത് അളിയ എടുത്താണ്. പിന്നെ ഞാൻ എടുത്തത് പുലിയുടെ ശ്രദ്ധ ഞാൻ മാറ്റി. എങ്ങനെ കാണണം നിനക്ക്? നീ ഞാൻ പുലിയുടെ ശ്രദ്ധ മാറ്റി കാണിച്ചു തരാം. എഴുന്നേക്ക്.